പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ പോസ്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓഫീസിനുള്ളിലേക്ക് നേഷൻ പോസ്റ്റിന്റെ ഒരു അവതരണം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഡൽഹിയുടെ പല ഭാഗങ്ങളിലും ഇന്നും അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. നിലവിൽ ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ മുഴുവൻ പരക്ക മഴയായിരുന്നു. ഇന്നിപ്പോൾ അർദ്ധരാത്രി മുഴുവൻ മഴ പെയ്തിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ പുലർച്ചെയും രാവിലെ ഈ ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ രാജ്യം മുഴുവൻ നോക്കുമ്പോൾ അസമിൽ ഈ പ്രളയക്കെടുതിക്ക് ഒരു ശമനം ഉണ്ടാകുന്നില്ല. അസമിലും അതിശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. അസമിലെ ജനജീവിതം വളരെ ദുസ്സഹമായി മുന്നോട്ട് പോവുകയാണ്. അസം സർക്കാർ കൃത്യമായ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടി ചെയ്തു വരികയാണ്. അതേസമയം തന്നെ ഏതാണ്ട് നിലവിലിപ്പോൾ 2 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ അസം സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ പ്രളയ ദുരിതം ഈ അടുത്തയിടെയൊന്നും ഒഴിയുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അസമിന് വേണ്ടിയുള്ള സഹായങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു കുറവും വരുത്തുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പ്രേക്ഷകർക്കായി നൽകുകയാണ്. അതിലേറ്റവും പ്രധാനം, ഇന്നലെ അഗ്നി 4 മിസൈലിൻ്റെ പരീക്ഷണം ഇന്നലെ വളരെ വിജയകരമായി നടത്തിയിരുന്നു. അതിൻ്റെ ഒരു വാർത്ത പരിശോധിക്കാം. ഭാരത തന്ത്രപ്രധാന പ്രതിരോധ കരുത്തിന് വീണ്ടും മാറ്റുകൂട്ടി. മധ്യദൂര ആണവവാഹ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 വിജയകരമായി പരീക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒഡീഷയിലെ ചാന്ദിപ്പൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു ഈ പരീക്ഷണം. ഭാരതത്തിൻ്റെ ആണവായുധ പ്രതിരോധ കമാൻഡായ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിക്ഷേപണം മിസൈലിൻ്റെ എല്ലാ സാങ്കേതിക ഓപ്പറേഷണൽ ലക്ഷ്യങ്ങളും കൃത്യമായി കൈവരിച്ചതായി ഈ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. രാജ്യത്തിന്റെ പ്രഹരശേഷിയും പ്രതിരോധ മുന്നൊരുക്കങ്ങളും കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് അഗ്നി 4 മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ പരീക്ഷണം മിസൈലിന്റെ നാവിഗേഷൻ, ഗൈഡൻസ്, ലക്ഷ്യസ്ഥാനത്ത് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുവാനുള്ള ശേഷി എന്നിവയെല്ലാം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന 4000 കിലോമീറ്റർ വരെയുള്ള ശത്രുക്കളെ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള 2 സ്റ്റേജ് മിസൈലാണ് അഗ്നി 4. ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ഈ റോക്കറ്റ് മിസൈൽ സാങ്കേതിക വിദ്യയിൽ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിലുള്ള സുരക്ഷാ വെല്ലുവിളികളെ തടയിടാനും തന്ത്രപ്രധാന പ്രതിരോധ സജ്ജത നിലനിർത്തുവാനും പുതിയ പരീക്ഷണം ഭാരതത്തിന് കൂടുതൽ കരുത്തേകും. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDOയും സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡും സംയുക്തമായി കൈവരിച്ച ഈ നേട്ടം ആഗോളതലത്തിൽ ഭാരതത്തിന്റെ സൈനിക മികവിന്റെ സാക്ഷ്യപത്രമായി മാറുകയാണ്. ജനം, ഡൽഹി. പ്രേക്ഷകരെ, ഈ ബാങ്കിംഗ് ലോയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലോക്സഭ ഒരു പ്രത്യേക നിയമം പാസാക്കിയിരുന്നു. നിർമ്മലാ സീതാരാമനാണ് ബില്ല് അവതരിപ്പിച്ചത്. അതായത് നേരത്തെ ഈ പൗരന്മാരുടെ ബാങ്ക് രേഖകളും അതേപോലെ തന്നെ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ പോലീസിനും അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്കും പരിശോധിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ പുതിയ ബാങ്കേഴ്സ് ബുക്ക് ലോ പ്രകാരം ഒരു SP റാങ്കിൽ കുറയാത്ത ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥനും ഈ ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു പൗരൻ്റെയും ബാങ്കിങ് രേഖകളും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസും പരിശോധിക്കാവുന്നതാണ്. മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിശ്ചയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജനങ്ങളുടെ ബാങ്കിങ് രേഖകളും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളുമൊക്കെ പരിശോധിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് ഉതകുന്ന ഒരു ബില്ലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വീക്ഷിച്ചാൽ പൗരന്മാരുടെ സാമ്പത്തിക രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കുന്നതിൽ വിപ്ലവകരവും അതിനോടൊപ്പം തന്നെ ഏറെ സംവാദങ്ങൾക്കും വഴിവെക്കുന്ന നിയമനിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് കാലത്തെ കാലഹരണപ്പെട്ട നിയമത്തിന് പകരം സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും ശബ്ദ വോട്ടോടുകൂടി ലോക്സഭ പാസാക്കി. പുതിയ നിയമപ്രകാരം അന്വേഷണ ഏജൻസികൾക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ ഇനി കോടതി ഉത്തരവിനായി കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറെ നിർണായകം.
ഡിജിറ്റൽ ബാങ്കിംഗ് യുഗത്തിന് അനുയോജ്യമായി രാജ്യത്തെ സാമ്പത്തിക തെളിവ് നയങ്ങളെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ പാർലമെന്റിലെത്തിയത്. വൻ പ്രതിപക്ഷ ബഹളത്തിനിടയിലും ശബ്ദ വോട്ടോടെ ബിൽ ലോക്സഭ പാസാക്കിയതോടെ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണങ്ങളിൽ നിർണായകമായൊരു അധികാര മാറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നു. പുതിയ നിയമപ്രകാരം അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്ക് രേഖകൾ പരിശോധിക്കാനോ അവയുടെ പകർപ്പുകൾ ആവശ്യപ്പെടാനോ പോലീസിന് ഇനി നേരിട്ട് സാധിക്കും. ഇതിനായി ഇനി കോടതിയുടെ പ്രത്യേക ഉത്തരവുകൾക്ക് കാത്തിരുന്ന് സമയം കളയേണ്ടതില്ല. SP റാങ്കിൽ കുറയാത്ത ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ നേരിട്ട് ബാങ്കുകളെ സമീപിച്ച് രേഖകൾ കണ്ടുകെട്ടാൻ പുതിയ നിയമം പൂർണ്ണ അധികാരം നൽകുന്നു. ഭേദഗതി ചെയ്ത പുതിയ നിർവചന പ്രകാരം ബാങ്കേഴ്സ് ബുക്ക് എന്നതിന്റെ വ്യാപ്തി വൻതോതിൽ വിപുലീകരിച്ചിട്ടുണ്ട്. പരമ്പരാഗത ലെഡ്ജറുകൾക്കും ക്യാഷ് ബുക്കുകൾക്കും പുറമെ ബാങ്കുകൾ ഡിജിറ്റലായി സൂക്ഷിച്ചിരിക്കുന്ന മുഴുവൻ ഡാറ്റ ശേഖരങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരും. ഓൺസൈറ്റ് രേഖകൾക്ക് പുറമെ വെർച്വൽ ക്ലൗഡ് ലൊക്കേഷനുകൾ, ബാക്കപ്പ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിക്കവറി സൈറ്റുകളിൽ സൂക്ഷിച്ചിട്ടുള്ള മുഴുവൻ ഡാറ്റയും ഇനി മുതൽ തെളിവുകളായി പോലീസിന് പിടിച്ചെടുക്കാം. ഇലക്ട്രോണിക്സ് രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാൻ കർശനമായ ഡിജിറ്റൽ സുരക്ഷാ മാനദണ്ഡങ്ങളും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ജനം, ഡൽഹി. പ്രേക്ഷകരെ, ഉത്തർപ്രദേശിലെ സംഭാൽ എന്ന് പറയുന്ന പ്രദേശം, അവിടെ അനധികൃതമായി ഒരു മുസ്ലിം പള്ളി പണിയുന്നു. ആ മുസ്ലിം പള്ളിയുടെ പല ഭാഗങ്ങളും അനധികൃതമാണ് എന്ന് വ്യക്തമായതോടെ അത് പൊളിക്കുവാൻ വേണ്ടി യോഗി സർക്കാർ ഉത്തരവിടുന്നു. അവിടെ UP യിൽ ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ബുൾഡോസർ ആക്ഷൻ നടന്നു വരുന്ന ഒരു സമയത്തായിരുന്നു ഈ സംഭാലിലും ഈ മുസ്ലിം പള്ളിക്ക് നേരെ ഇത്തരം ഒരു ബുൾഡോസർ ആക്ഷൻ ഉണ്ടായത്. എന്നാൽ ആ ആക്ഷൻ അത് നടന്ന ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള അക്രമമായിരുന്നു അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഴിച്ചുവിട്ടത്. പോലീസിന് നേർക്ക് വെടിയുതിർക്കുന്നു, പോലീസിനെ ആക്രമിക്കുന്നു, അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ ഈ സംഭാൽ മേഖലയിലുണ്ടായി. അതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ആ കമ്മീഷൻ റിപ്പോർട്ടിനെ ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രവിരുദ്ധ ശക്തികളെ തിരിച്ചറിഞ്ഞതായും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ സംഭാൽ കലാപം വീണ്ടും ചർച്ചയാക്കുന്നത് സമാജ്വാദി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഈ സമാജ്വാദി പാർട്ടിയുടെ ഒക്കെ തന്നെ പൂർണ്ണ പിന്തുണയോടുകൂടിയായിരുന്നു ഇത്തരം അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളതായിരുന്നു നോക്കിക്കാണേണ്ടത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശമുള്ള ഗൂഢാലോചനയിൽ പങ്കുള്ളവരെയും അവരെ സംരക്ഷിച്ച രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് VHPയുടെ ആവശ്യം. ഷാഹി ജമാ മസ്ജിദിൽ കോടതി ഉത്തരവിനെ തുടർന്ന് സർവേ തടയുന്നതിനായുണ്ടായ അക്രമം യാദൃച്ഛിക സംഭവമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കമ്മീഷൻ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് VHP നേതാവ് സുരേന്ദ്ര ജെയിൻ ചൂണ്ടിക്കാട്ടി. मंदिर तोड़कर उसके ऊपर मस्जिद बनाई गई. न्यायालय ने आदेश दिया कि सर्वे होना चाहिए. सत्य क्या है ये सामने आना चाहिए. संभल का पुराना इतिहास है दंगों का, हिंदुओं पर हमले करने का, मंदिरों पर कब्जा करने का, मंदिरों पर मस्जिद बनाने का और वहां हिंदुओं को पलायन के लिए मजबूर करने का. സമാജ്വാദി പാർട്ടി MP സിയാഉർ റഹ്മാൻ ബർഗ്, MLA ഇക്ബാൽ മഹ്മൂദിന്റെ മകൻ സുഹൈൽ ഇക്ബാൽ, ജമാ മസ്ജിദ് ഇന്തിസാമിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ തുടങ്ങിയവർ വ്യാജ പ്രചരണം നടത്തി ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ച് ആക്രമണം സൃഷ്ടിച്ചതായി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. കല്ലേറ്, തീവയ്പ്, വെടിവെപ്പ്, പോലീസിനെതിരായ ആക്രമണം എന്നിവ അരങ്ങേറിയ കലാപത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 28 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരുടെ ശരീരത്തിൽ കണ്ടെത്തിയ വെടിയുണ്ടകൾ പോലീസിന്റേതല്ലെന്നും ഗൂഢാലോചനക്കാരുടെ ആക്രമണത്തിന്റെ ഫലമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുവെന്ന് സുരേന്ദ്ര ജെയിൻ പറഞ്ഞു. उन्मादी लोगों की भीड़ ने 24 से अधिक पुलिस कर्मियों को घायल कर दिया था. 4 लोगों की हत्या भी हो गई. इस दंगे को करवाने वाले कौन, इस हिंसा का षड्यंत्र किसने रचा, इन सब की जांच के लिए न्यायमूर्ति देवेंद्र अरोड़ा की अध्यक्षता में उत्तर प्रदेश सरकार ने एक आयोग की स्थापना. उस आयोग ने विस्तृत जांच की और उसकी जांच रिपोर्ट बुधवार को विधानसभा के पटल पर रखी. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കോടതി ഉത്തരവുകളെ അവഹേളിക്കാനും ഹിന്ദു സമുദായത്തെ ഭീതിയിലാഴ്ത്താനും വേണ്ടി നടന്ന ആസൂത്രിത നീക്കമാണെന്നും സുരേന്ദ്ര ജെയിൻ കൂട്ടിച്ചേർത്തു. മുമ്പ് സംഭലിനെ മിനി പാകിസ്ഥാൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നതെന്നും അതിന് കാരണം സംഭലിലെ ദുഷ്ടശക്തികളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. क्या बदला हुआ, क्या चीज रुकी ये पता नहीं, लेकिन संभल की जनता को झेलना पड़ा. जो दंगा वहां पर हुआ वो दंगे और न हो, यह सुनिश्चित करने का काम उत्तर प्रदेश सरकार. हमारी उत्तर प्रदेश सरकार से अपील है, इन सब लोगों को विलंब गिरफ्तार करें.
इन्हें कठोर से कठोर सजा दें और ऐसी व्यवस्था करवाएं कोई और दंगे करने का सोच भी ना सके और कोई राजनेता इनको संरक्षण देने का साहस न करे. സംഭൽ കലാപത്തിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമാജ്വാദി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സമാജ്വാദി പാർട്ടി നേതാക്കളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന നിലപാടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ജനം, ഡൽഹി. ഈ സംഭൽ, ഉത്തർപ്രദേശിലെ സംഭൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണമായിരുന്നു അന്ന് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നടത്തിയത്. അന്ന് ഈ അനധികൃത നിർമ്മാണം പൊളിക്കുക മാത്രമായിരുന്നില്ല ഉണ്ടായത്, മറിച്ച് അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഒരു സർവേ നടപടികളും ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ച് അതൊരു ക്ഷേത്രമാണ് എന്നുള്ള പരാതികൾ ഉയർന്നൊരു പശ്ചാത്തലത്തിലാണ് അവിടെ ഈ സംഭലിലെ ഈ ഷാഹി ജുമാ മസ്ജിദിൽ പരിശോധനയ്ക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെത്തിയത്. തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥരെയും അവർക്ക് പ്രൊട്ടക്ഷൻ എത്തിയ പോലീസുകാരെയും ഒക്കെ തന്നെ വ്യാപകമായി ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അവിടെ മിനി പാകിസ്ഥാൻ എന്നാണ് സംഭലിനെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ആ പേരും വിളികളുമൊക്കെ പോയി. അവിടെ സാധാരണക്കാർക്കും അതായത് മറ്റ് ഹിന്ദു വിഭാഗങ്ങൾക്കുള്ളവർക്കും ഈ സംഭൽ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം യോഗി സർക്കാർ ഒരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഈ സംഭൽ മേഖലയിലേക്ക് ഹിന്ദുക്കൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി വരുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇനി മറ്റ് വാർത്തകൾ പരിശോധിച്ചാൽ ഈ വ്യാജ AI കണ്ടന്റുകളും അതേപോലെ തന്നെ ഡീപ് ഫേക്കുകളും നീക്കം ചെയ്യാൻ കേന്ദ്ര IT മന്ത്രാലയത്തിൻ്റെ കർശന നടപടി വരികയാണ്. കോടതിയോ സർക്കാരോ ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനുള്ളിൽ ഈ അനധികൃത AI കണ്ടന്റുകൾ നീക്കം ചെയ്യണം എന്നുള്ളതാണ്. IT ചട്ടങ്ങളിൽ നിർണായക ഭേദഗതി വരുത്തുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. നിലവിൽ 36 മണിക്കൂറാണ് ഇതിൻ്റെ സമയപരിധി. അതാണ് ഈ 3 മണിക്കൂറായി സർക്കാർ വെട്ടിച്ചുരുക്കുന്നത്. AI നിർമ്മിത ദൃശ്യങ്ങൾക്കും അതേപോലെ തന്നെ ഓഡിയോകൾക്കും വാട്ടർ മാർക്കിങ്ങും ലേബലിങ്ങും നിർബന്ധമാക്കണം എന്നുള്ളതാണ്. ഡിജിറ്റൽ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ AI കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായിട്ട് ഈ AI കണ്ടന്റുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും മറ്റും നിർമ്മിക്കുന്നത്. അതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ കരടിൽ വ്യക്തമാക്കുന്നത് ഇതിൽ കൃത്യമായി തന്നെ ഈ AI കണ്ടന്റിൽ അതിൽ വാട്ടർമാർക്ക് വേണം എന്നുള്ളതാണ്. അത് AI കണ്ടന്റ് ആണ് എന്നുള്ളത് തന്നെ പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ, ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ IT ആക്ടിൽ ഭേദഗതി വരുത്തുവാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സർക്കാരോ കോടതിയോ ആവശ്യപ്പെട്ടാൽ ഏത് കണ്ടന്റ് ആണെങ്കിലും അത് 3 മണിക്കൂറിനകം നീക്കം ചെയ്യണം എന്നുള്ളതാണ്. IT ഭീമനായിട്ടുള്ള ഈ മെറ്റയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടുതലായി വരുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ പൊതുവായ ഒരു നിയമം കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റ് വാർത്തകൾ പരിശോധിച്ചാൽ ഈ മണ്ഡല പുനർനിർണയ ബിൽ ചർച്ചയ്ക്കെടുക്കും മുമ്പ് സർവകക്ഷി യോഗം വിളിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് രാഹുൽ ഗാന്ധി ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. റിജിജുവും രാഹുൽ ഗാന്ധിയും ഫോണിൽ സംസാരിച്ചു. എന്നാൽ സർക്കാർ അനുകൂല തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ കക്ഷി നേതാക്കളെയും കണ്ടതാണെന്ന് റിജു രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകിയിരുന്നു. ബില്ലിൽ, അതായത് ഇത്തരമൊരു ഈ ബില്ല് പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പേ തന്നെ സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് വീണ്ടും ഈ സർവകക്ഷി യോഗം വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തണമെന്നതാണ്. ബില്ലിൽ മാറ്റം വരുത്തുമോ എന്ന് വ്യക്തമാക്കണമെന്നും നിലവിലെ രൂപത്തിൽ കോൺഗ്രസ് പിന്തുണയ്ക്കില്ലെന്നുമാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റ് സ്തംഭനം തുടരുന്ന സാഹചര്യത്തിൽ ആണ് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. മണ്ഡല പുനർനിർണയ ബിൽ ചർച്ച ചെയ്യാൻ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഇരു നേതാക്കളും സംസാരിച്ചത്. ഈ മണ്ഡല പുനർനിർണയം അത് വലിയ ഒരു സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് ലോക്സഭയും അതേപോലെ തന്നെ രാജ്യസഭയും സമ്മേളിച്ചത്. അതായത് പാർലമെൻറ്റ് മൺസൂൺ കാല സമ്മേളനം കഴിഞ്ഞ 20-ാം തീയതി ആരംഭിച്ചു. എന്നാൽ ഒരു ദിവസം പോലും പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഒട്ടനവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് തർക്കമില്ല കാര്യത്തിൽ. എന്നാൽ എന്തുകൊണ്ട് ഈ സഭ സ്തംഭിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു ചോദ്യമാണ്. അതായത് സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സഭാ സമ്മേളനം നടക്കുന്നത്. ഏതാണ്ട് 1 മിനിറ്റ് ലോക്സഭയും രാജ്യസഭയും ഒക്കെ സമ്മേളിക്കണമെങ്കിൽ ഏതാണ്ട് ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ്.
എന്നാൽ ആ ലക്ഷങ്ങൾ ചെലവിട്ടുകൊണ്ട് ഈ സഭയ്ക്കുള്ളിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതാണ്. അതായത് ജനോപകാരപ്രദമാകുന്ന ഒട്ടനവധി ചർച്ചകൾ നടക്കേണ്ട സമയമാണ്. ആ വിലപ്പെട്ട സമയമാണ് പ്രതിപക്ഷം ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇത്തരം സമര കോലാഹലങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെ സഭ സ്തംഭിപ്പിക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടത്. കേവലം പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വേദിയാക്കി പാർലമെൻറ്റിനെ മാറ്റുകയാണ് അവർ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. 20-ാം തീയതി മുതൽ തുടർച്ചയായി സഭ സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതും യഥാർത്ഥ കാരണങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇവിടെ കോക്രോച്ച് പാർട്ടി ഡൽഹി ജന്തർ മന്ദിറിൽ നടത്തിയ സമരം, ആ സമരം നമുക്കറിയാം അക്രമാസക്തമായിരുന്നു. പോലീസിന് നേരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനെതിരെ നടത്തിയ പോലീസ് നടപടിയിൽ അത് കൃത്യമായി പാർലമെൻറ്റിനുള്ളിൽ വിശദീകരിക്കണം, ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി പറയണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അനാവശ്യമായി സഭ സ്തംഭിപ്പിക്കുന്ന നടപടികളിലേക്ക് പ്രതിപക്ഷം കടക്കുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകം. ഇനി മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ ഈ ലൗഡ് സ്പീക്കറുകൾക്കെതിരെ ശക്തമായ നടപടിയുമായിട്ടാണ് ഇപ്പോൾ ഈ പശ്ചിമ ബംഗാൾ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതി ഒരു ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ആ ഉത്തരവ് നടപ്പാക്കുകയാണ് പശ്ചിമ ബംഗാൾ സർക്കാർ. ശബ്ദ മലിനീകരണത്തിനെതിരെ പശ്ചിമ ബംഗാൾ പോലീസിൻ്റെ നടപടി ശക്തമായി തുടരുകയാണ്. സംസ്ഥാനത്തുടനീളം ഏതാണ്ട് 5229 ലൗഡ് സ്പീക്കറുകൾ അഴിച്ചു മാറ്റിയതായിട്ടാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയത്. 4203 മസ്ജിദുകളിൽ നിന്നും 1096 ക്ഷേത്രങ്ങളിൽ നിന്നും ഈ ലൗഡ് സ്പീക്കറുകൾ നീക്കം ചെയ്തു എന്നുള്ളതാണ്. കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവ് പാലിച്ചാണ് നടപടിയെന്നും ബലപ്രയോഗമില്ലാതെ സൗഹാർദ്ദപരമായിട്ടാണ് നീക്കമെന്നുമാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് कोलकाता हाईकोर्ट का ऑर्डर पुलिस अमल कर रहा है पोल्यूशन साउंड पोल्यूशन को लेकर 4203 लाउड स्पीकर टोटल लाउड स्पीकर हमारी 5299 5299 इसके अंदर मॉक्स से एमिकेबली नो फोर्सफुली इनमें 4203 मॉक्स से माइक उतारा और टेम्पल से माइक 1096 മസ്ജിദുകളിൽ നിന്ന് മാത്രമല്ല ഈ ലൗഡ് സ്പീക്കർ അഴിച്ചു മാറ്റുന്നത്, ക്ഷേത്രങ്ങളിൽ നിന്നും ലൗഡ് സ്പീക്കർ അഴിച്ചു മാറ്റുന്നുണ്ട്. അതുകൊണ്ട് അതൊരു വർഗീയപരമായൊരു നീക്കം എന്നതിനെ വിലയിരുത്താൻ കഴിയില്ല. സ്വാഭാവികമായ നടപടിക്രമമാണ്. ഹൈക്കോടതി ഉത്തരവുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത പരിശോധിച്ചാൽ നാസിക് TCS കേസിലെ AMIM കൗൺസിലർ മദീൻ പട്ടേൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഛത്രപതി സംഭാജി നഗറിൽ നിന്നുമാണ് ഈ മദീൻ പട്ടേലിനെ നാസിക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോടതി സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചത്. കേസിലെ മുഖ്യപ്രതി നിധാഖാന് ഒളിവിൽ കഴിയുവാൻ സംരക്ഷണം നൽകിയെന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. ഈ മദീൻ പട്ടേലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ഈ നാസിക് TCS കേസ് എന്നുള്ളത് മതപരിവർത്തനത്തിൻ്റെ ഒരു വലിയ കോട്ടയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ നാസിക് TCSൽ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് വിധേയമാക്കുകയായിരുന്നു. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അവിടുത്തെ HR മാനേജറായിട്ടുള്ള നിധാഖാൻ. ആ നിധാഖാൻ ഒളിവിലായിരുന്നു. അവർക്ക് ഒളിവിൽ കഴിയുവാൻ വേണ്ടി സഹായം ചെയ്ത വ്യക്തിയാണ് അത്. അയാൾ AMIM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി അസദുദ്ദീൻ ഓവൈസിയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണ്, കൗൺസിലറാണ് എന്നുള്ളതാണ്. ഈ നിധാഖാന് ഒളിവിൽ കഴിയുവാൻ സഹായം ചെയ്ത കുറ്റത്തിനാണ് ഇയാളെയും ഇതിൽ പ്രതിയാക്കിയത് എന്നുള്ളതാണ്. നിരവധി പെൺകുട്ടികളാണ് അന്ന് ഈ നാസിക് TCSൽ മതപരിവർത്തനത്തിന് വിധേയമായത്, അതേപോലെ തന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പീഡനത്തിന് ഇരയായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ നാസിക് TCS കേസോടുകൂടിയാണ് ഈ കോർപ്പറേറ്റ് ജിഹാദ്, അത് അങ്ങനൊരു സാധനം, അതായത് ഇത്തരം സ്ഥാപനങ്ങളിൽ ഈ മതപരിവർത്തനവും ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. എന്നാൽ ഈ നാസിക് TCS കേസ് വന്നതോടുകൂടിയാണ് ഇങ്ങനെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ കോർപ്പറേറ്റ് കമ്പനികളിൽ ഇത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് ലോകം കൃത്യമായി അടിവരയിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു വാർത്ത കൂടി പരിശോധിച്ചാൽ ജാർഖണ്ഡിൽ അവിടെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണ്. അതേസമയം ജാർഖണ്ഡ് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ജാർഖണ്ഡിൽ നമുക്കറിയാം അവിടെ JMM ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ഭരിക്കുന്നത്. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ്. കോൺഗ്രസും സർക്കാരിൽ പങ്കാളികളാണ് എന്നുള്ളതാണ്. അതേസമയം
ഇവിടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന സമരം ഓർമ്മയുണ്ട്. അന്ന് ഈ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തി വിദ്യാർത്ഥികളെ കാണുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. രാഷ്ട്രീയ നാടകം എന്നല്ലാതെ എന്ത് പറയാനാണ് ഇതിനെ. അവിടെ ജാർഖണ്ഡിൽ ഇതേപോലെ തന്നെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ സമരം ചെയ്യുന്നു. രാപകലില്ലാതെ അവർ ഈ സമരരംഗത്ത് സജീവമായി നിൽക്കുന്നു. എന്നാൽ ഒരാൾ പോലും അവരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളൊന്നും അവരെ സന്ദർശിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിൽ രാഹുൽ ഗാന്ധി ഇന്നലെ ഈ വലിയ ആരോപണങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെതിരെ നിൽക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഈ പ്രതിഷേധക്കാരെ ഫോണിൽ സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ വ്യക്തമാകുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികളുടെ വാക്കുകളിലും ശ്രമിക്കാം. हम वेट एंड वॉच की स्थिति में हम अभी भी इंतजार कर रहे हैं कि सरकार हमसे वार्ता कब करेगी, सरकार तिथि और समय निर्धारित करे। हमारे पास किसी भी ऑफिशियल माध्यम से कोई जानकारी नहीं दी गई है। नैतिक समर्थन सभी का स्वागत है, हम सिर्फ नैतिक समर्थन ले रहे हैं। हमारा मंच छात्रों का मंच है, किसी भी राजनीतिक दल का जो हमारा नैतिक समर्थन करना चाहते हैं स्वागत। डे 1 से ही हमारा स्टैंड क्लियर है कि छात्रों का मंच है, छात्रों का ही रहेगा। सिर्फ छात्र हम यहाँ पे हैं और हमारा किसी भी राजनीतिक दल से कोई लेना देना नहीं है। പ്രേക്ഷകരെ, ഒരു വാർത്ത കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ടിബറ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്തിന് മുന്നിൽ ടിബറ്റൻ ആക്ടിവിസ്റ്റ് ലോക്ബാങ് സിംഗ് തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. ധർമ്മശാലയിൽ, ഹിമാചൽ പ്രദേശിലാണ് ധർമ്മശാലയിൽ ടിബറ്റൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന അനിശ്ചിതകാല റിലേ ഉപവാസം ഇന്നിപ്പോൾ 19ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചൈന നടപ്പിലാക്കിയ തദ്ദേശീയ സാംസ്കാരിക അടിച്ചമർത്തൽ നിയമത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ടിബറ്റൻ കൂട്ടായ്മകൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നുള്ളതാണ് ഈ ടിബറ്റൻ സംഘടനകളുടെ ആവശ്യം. ടിബറ്റൻ സമൂഹത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളതാണ് ഈ ചൈന പ്രധാനമായും കണ്ടിരിക്കുന്നത്. ഈ ചൈനയിലെ സ്കൂളുകളിൽ നേരത്തെ അവിടെ ഈ ടിബറ്റൻ ഭാഷ പഠിപ്പിക്കുമായിരുന്നു. എന്നാൽ അതുപോലും ഈ ടിബറ്റൻ വിദ്യാർത്ഥികൾ അവർ ഒരു കാരണവശാലും ടിബറ്റൻ്റെ സാംസ്കാരിക പൈതൃകം എന്താണ് എന്ന് അറിയരുത്, അവരുടെ ഭാഷ പഠിക്കരുത്, അവരുടെ ബുക്കുകൾ വായിക്കരുത് എന്നുള്ളതാണ് ചൈനയുടെ ഒരു നിലപാട്. ചൈന അങ്ങനെ വളരെ കർശനമായ നിലപാടുകൾ എടുത്തിരിക്കുകയാണ്. ഈ ചൈനയുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്തിന് മുന്നിൽ ഈ ടിബറ്റൻ ആക്ടിവിസ്റ്റ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭാരതത്തിലും ലോകമെമ്പാടും ഉയരുകയാണ്. ഈ ധർമ്മശാലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിലേ സമരവും നടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തെ നേഷൻ ഫസ്റ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്.